സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത മഴ തുടരുന്നു. രാജാക്കാട് പൊന്മുടി അണക്കെട്ടും തുറന്നു. ജില്ലയിൽ തുറന്നിരിക്കുന്നത് 4 അണക്കെട്ടുകൾ. വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം വീണും വ്യാപക നാശനഷ്ടം. മഴക്കാലം എത്തിയാൽ മനസ്സിൽ ആശങ്കയുമായി മൂന്നാർ അന്തോണിയാർ നഗറിലെ കുടുംബങ്ങൾ. ഓരോ മഴക്കാലത്തും ഇവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു. ശക്തമായ മഴയിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വീടുകൾ തകർന്ന വ്യാപക നാശനഷ്ടം. ശക്തമായ മഴയിലും കാറ്റിലും ഹെവൻ വാലി, പുല്ലുമേട്, ചപ്പാത്ത് ഭാഗങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. മഴക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയ അവസ്ഥയിൽ. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം. വിശദമായ വാർത്തകളിലേക്ക്. ഹൈറേഞ്ചിൽ കാലവർഷ മഴ ശക്തമായി തുടരുന്നു. പൊന്മുടി അണക്കെട്ട് തുറന്നു. ഇതോടെ ജില്ലയിൽ 4 അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ്. പൊന്മുടി അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മെയ് മാസത്തിൽ പൊന്മുടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുന്നത്. നാല് ദിവസം മുമ്പ് പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് 75%. എന്നാൽ കഴിഞ്ഞ 4 ദിവസമായി അതിശക്തമായ മഴയിൽ പന്നിയാർ പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ അണക്കെട്ടിലെ ജലനിരപ്പും പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തി. മഴ ശക്തമായി തുടരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ 3 ഷട്ടറും ഉയർത്തുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി 46,000 ലിറ്റർ വെള്ളമാണ് സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കുന്നത്.
ആവശ്യമെങ്കിൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി അധിക ജലം പുറത്തേക്കൊഴുക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. ഈ വർഷം മെയ് മാസത്തിൽ ഇത്രയും ഒരു ഇൻഫ്ലോ ആദ്യമായിട്ടാണ് ഇവിടെ. സാധാരണ ജൂലൈ മാസത്തിലാണ് ഈ ഡാം തുറന്നിട്ടുള്ളത്. ഇപ്പം ഈ മെയ് മാസം തന്നെ ഈ ഇൻഫ്ലോ ആനയിറങ്ങൾക്ക് താഴേക്കുള്ള ആ ഒരു ഏരിയയും ഇതെല്ലാം കൂടെ ഇൻഫ്ലോ അവിടുത്തെ ഇൻഫ്ലോ എല്ലാം കൂടെ കൂടിയാണ് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഗേറ്റാണ് തുറന്നിരിക്കുന്നത്, മിഡിൽ ഗേറ്റ്. കാലവർഷം ശക്തമായതിനു ശേഷം 4 അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ്. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര അണക്കെട്ടുകളാണ് പൊന്മുടിക്കൊപ്പം തുറന്നിരിക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. മഴക്കാലം എത്തിയാൽ മനസ്സിൽ ആശങ്കയുമായി മൂന്നാർ അന്തോണിയാർ നഗറിലെ കുടുംബങ്ങൾ. മഴ കനക്കുന്നതോടെ ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുന്നതാണ് കുടുംബങ്ങളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. ഓരോ മഴക്കാലത്തും ഇവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു. ഇത്തവണയും അതിൽ മാറ്റമുണ്ടായില്ല. ഇനിയെങ്കിലും തങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. 2025 ജൂലൈ 25 അന്തോണിയാർ നഗറിൽ മണ്ണിടിച്ചിലുണ്ടായി. 6 വീടുകൾ പൂർണ്ണമായി തകരുകയും 4 പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അന്ന് തൊട്ടിങ്ങോട്ട് ഓരോ മഴക്കാലത്തും അന്തോണിയാർ നഗറിലെ കുടുംബങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയും. മണ്ണിടിയുമോ എന്ന ഭയമാണ്. മഴ കനത്ത് പെയ്യുന്നതോടെ സുരക്ഷിത ഇടത്തേക്ക് മാറണമെന്ന അധികൃതരുടെ പതിവ് നിർദ്ദേശമെത്തും. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഓരോ മഴക്കാലത്തും വീട് വിട്ട് കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കും. ഈ മഴക്കാലത്തും അന്തോണിയാർ നഗറിലെ കുടുംബങ്ങളുടെ ആശങ്കയ്ക്കും ദുരിതത്തിനും കുറവൊന്നും ഉണ്ടായിട്ടില്ല. இது 20வது வருஷம் எங்களுடைய தொடர்கதையினுடைய ஆரம்பமாயிருக்குது. நேற்று நைட்டு என்எஸ் மேலே மண்ணிடுன்னு சொல்லி சிக்னல் வந்திருக்குது. அதனால் காலையில் வில்லேஜில் வந்து 1 மணி நேரத்துக்குள்ளே நீங்கள் இங்கேருந்து மாறி நீங்கள் கேம்புனா கேம்புக்கு வரணும், இல்லைன்னா சொந்த பந்தங்கள் வீட்டுக்கு போங்கன்னு சொல்லியிருக்கிறாங்க. മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ശേഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ അന്തോണിയാർ നഗറിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് നിന്നും കുടുംബങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നു. പക്ഷേ ഇന്നും അക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. മഴ കനത്തതോടെ ഇത്തവണയും അന്തോണിയാർ നഗറിലെ 10ഓളം കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് സുരക്ഷിത ഇടത്തേക്ക് മാറിക്കഴിഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഒപ്പമുണ്ടായിരുന്ന 4 പേരെ നഷ്ടമായിട്ട് 2 പതിറ്റാണ്ട് പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ ഇനിയും തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ പോകുന്ന ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തതിൽ വലിയ അമർഷം ഈ കുടുംബങ്ങൾക്കുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ശക്തമായ മഴയിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വീടുകൾ തകർന്ന വ്യാപക നാശനഷ്ടം. ശക്തമായ മഴയിലും കാറ്റിലും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ഹെവൻ വാലി, പുല്ലുമേട്, ചപ്പാത്ത ഭാഗങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഹെവൻ വാലി പാറക്കൽ പുഷ്പം ഹൃദയരാജിന്റെ വീടിന് പുറകിൽ കൂറ്റൻ പാറക്കല്ല് വന്ന് പതിച്ച് വീട് പൂർണ്ണമായും തകർന്ന് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. പുഷ്പത്തിന്റെ മകൻ സുരേഷും ഭാര്യയും 7ഉം 6ഉം വയസ്സുള്ള കുട്ടികളുമായാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 7:45 വലിയ പാറക്കല്ല് വീടിന് പുറകിൽ വന്ന് പതിക്കുകയായിരുന്നു. ആഘാതത്തിൽ വീട് തകർന്ന നിലയിലാണ്. ശബ്ദം കേട്ട സുധീഷും കുടുംബവും പുറത്തേക്ക് ഓടിയതിനാലാണ് ദുരന്തത്തിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടത്. വീടിനുള്ളിലിരുന്ന സാധനങ്ങൾ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ മാറ്റി. ചെറിയൊരു കല്ല് വന്ന് ചെറുതായിട്ടൊന്ന് വീണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒരു 7:40 ആകുമ്പോൾ എല്ലാം കൂടെ കല്ലും മണ്ണും കൂടെ എല്ലാം കൂടെ ഞങ്ങൾ കിടക്കുന്ന മുറിക്ക് അടുത്ത് തന്നെ വന്ന് എല്ലാം കൂടെ പതിച്ചു. പുല്ലുമേട് പുതുവൽ സെൽവിയുടെ വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ പൂർണ്ണമായും തകർന്നു. സെൽവിയും 2 മക്കളും അവരുടെ ഭാര്യമാരും പിഞ്ചു കുഞ്ഞുങ്ങളുമായാണ് ഈ സമയം വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തേക്കോടിയ ഇവരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ചപ്പാത്ത് സിമന്റ് പാലത്തിന് സമീപം മുണ്ടവിളിയിൽ തങ്കരാജിന്റെ വീടിന്റെ പിന്നിലും മണ്ണ് ഇടിഞ്ഞു വീണു. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു, സെൽവം, ആനവിലാസം, അയ്യപ്പൻകോവിൽ വില്ലേജ് അധികാരികളും നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സിറ്റി വിഷൻ, ഉപ്പുതറ. മഴക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിൽ. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. பல பகுதியில் ரோடு நல்லா இருந்தாலும் இந்த மூணார்லேருந்து இந்த ஹாஸ்பிட்டலுக்கு வரக்கு ஒரு 500 மீட்டர் ரோடு பார்த்தீங்கன்னா ரொம்ப மோசமான நிலையில் இருக்குது. இந்த ரோட்டு வழியாக இந்த கேடிசி கம்பெனியோட எம்டி போகிறாரு. இந்த ஹாஸ்பிட்டலில் டீன்
മഴക്കാലം ആരംഭിച്ചതോടെ ഈ റോഡിന്റെ അവസ്ഥ കൂടുതൽ ശോചനീയമായി. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്രവാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നുപോകുന്നത്. ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. കട്ടപ്പന വെള്ളയാംകുടിയിൽ വൈദ്യുതി മുടങ്ങിയിട്ട് 4 ദിവസം. വൈദ്യുതി വകുപ്പിനെ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. രോഗികളടക്കം ബുദ്ധിമുട്ടിലായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. കട്ടപ്പന വെള്ളയാംകുടി മേഖലയിലാണ് ദിവസങ്ങളായി വൈദ്യുതി മുടങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ മരച്ചില്ല ഒടിഞ്ഞു വീഴുകയും പോസ്റ്റർ ഉൾപ്പെടെ തകരുകയും ചെയ്തിരുന്നു. ഇവ പുനഃസ്ഥാപിക്കണമെന്ന് നിരവധി തവണ ജീവനക്കാരെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അറ്റാക്കിങ് കഴിഞ്ഞ് നിൽക്കുന്ന പാർട്ടിയാണ്. എനിക്ക് അതിനൊരു കുടിവെള്ളം പോലും ഒരു 3-4 ദിവസമായിട്ട് കിട്ടിയിട്ടില്ല. കറണ്ടും ഇല്ല. എനിക്കാണെങ്കിൽ ആ വീട്ടിൻ്റെ അവിടെ നിന്ന് കയറി പോരാനും ഇറങ്ങി പോകാനുള്ള വഴിയും ശരിക്കില്ല. രോഗികളായവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. വൈദ്യുതി ഇല്ലാതായതോടെ കുടിവെള്ളമടക്കം മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം KSEB ഓഫീസിൽ ജീവനക്കാർ കുറവാണെന്നാണ് ലഭിക്കുന്ന മറുപടി എന്ന് വാർഡ് കൗൺസിലർ പറയുന്നു. മഴക്കാലത്ത് ജീവനക്കാരുടെ കുറവ് നികത്തി അടിയന്തര നടപടി ഉണ്ടാകണമെന്നും മേഖലയിൽ അടിയന്തരമായി വൈദ്യുതി എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. പണിയെടുക്കുന്ന KSEBിലെ ഇപ്പോഴുള്ള ആളുകൾ നമ്മൾ കുറ്റപ്പെടുന്നത്, പക്ഷേ ഇവരുടെ സ്റ്റാഫ് പാറ്റേൺ ഒരിക്കലും ശരിയല്ല. ഇത് വേനൽക്കാലത്ത് ചെയ്യേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല, ടച്ച് വിട്ടിട്ടില്ല. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ലൈൻമാന്മാരും വർക്കർമാരും നിലവിൽ കട്ടപ്പന KSEBിൽ ഇപ്പോൾ അതിനുള്ള സ്റ്റാഫില്ല. കട്ടപ്പന ഗവൺമെൻറ് IT ട്രെയിനികളായിട്ടുള്ള 5 പിള്ളേരെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ KSE ബോർഡിൻ്റെ സംവിധാനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്തിന് മുൻപേ ടച്ച് വെട്ടടക്കമുള്ള നടപടികൾ മേഖലയിൽ വേണ്ടവിധം നടത്തിയിട്ടില്ല. ഇതാണ് മഴ ആരംഭിച്ചതോടെ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും വൈദ്യുതി ബന്ധം ഇല്ലാതാവാൻ കാരണമായതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വൈദ്യുതി വകുപ്പിലേക്ക് ബന്ധപ്പെട്ടിട്ടും കൃത്യമായി ഫോൺ ലഭിക്കുകയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നും ആരോപണങ്ങളുണ്ട്. 100 കണക്കിന് കുടുംബങ്ങളാണ് കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഇരുട്ടിലായിരിക്കുന്നത്. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ പോലും ആവാത്ത സാഹചര്യമാണ് ഉള്ളത്. സിറ്റി വിഷൻ, കട്ടപ്പന. ഇനി ഇടുക്കിയിലെ കാഴ്ചകളിലേക്ക്. ദ ബ്യൂട്ടി സ്പോട്ട്. ദുരിതപ്പെയ്ത്തിനൊപ്പം വിസ്മയ കാഴ്ചകൾ ഒരുക്കി മൺസൂൺ. തോരാതെ പെയ്യുന്ന മഴയിൽ വീണ്ടും പുനർജനിച്ച് ഇടുക്കി കുത്തുങ്കൽ വെള്ളച്ചാട്ടം. വൈറലായി പെരുമഴക്കാലത്തെ കുത്തുങ്കൽ വെള്ളച്ചാട്ടം. പ്രതികൂല കാലാവസ്ഥയിലും ഇടുക്കിയുടെ അതിരപ്പിള്ളിയെ കാണുവാനും ചിത്രങ്ങൾ പകർത്തുവാനും നിരവധി ആളുകളാണ് എത്തുന്നത്. എല്ലാ വർഷക്കാലത്തും പുനർജനിക്കുകയും പിന്നീട് വിസ്മൃതിയിലേക്ക് മറയുകയും ചെയ്യുന്ന ജലപാതമാണ് കുത്തുങ്കൽ. കാഴ്ചയുടെ ദൃശ്യവിരുന്നിനൊപ്പം ഭീതിയുടെ കുത്തൊഴുക്കും കൂടി ഇടകലർന്നതാണ് ഈ വെള്ളച്ചാട്ടം. കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനു വേണ്ടി അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് നീരൊഴുക്ക് പുനർജനിക്കാൻ മഴക്കാലം എത്താൻ കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷമായത്. പന്നിയാർ പുഴയിൽ കൂപ്പസിറ്റിക്ക് സമീപമുള്ള അണക്കെട്ട് വർഷകാലത്ത് കവിഞ്ഞൊഴുകുന്നതോടെയാണ് വെള്ളച്ചാട്ടം വീണ്ടും സജീവമാകുന്നത്. കണ്ടും കേട്ടും വൈറലായ വെള്ളച്ചാട്ടം കാണുവാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഇത് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വന്നാണ്. വളരെ അൺഎക്സ്പെക്ടഡ് ഇത്രയും നല്ലൊരു വീഡിയോ കിട്ടുമെന്ന് ഞങ്ങൾ ഇന്നേ വരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങള് മൂവാറ്റിയെന്ന് വരുന്നതാണ്. ജില്ലയിൽ ഏറ്റവും വലിയ ടൂറിസം സാധ്യതയുള്ള പ്രദേശമായിരുന്നു കുത്തുങ്കൽ. എന്നാൽ അണക്കെട്ട് നിർമ്മിച്ചതോടെ പന്നിയാർ പുഴയിൽ നീരൊഴുക്ക് നിലച്ചു. കുത്തുങ്കൽ എന്ന കുടിയേറ്റ നാടിന്റെ വിനോദസഞ്ചാര വികസനവും ഇതോടെ വറ്റിവരണ്ടു. കാലവർഷം എത്തുമ്പോൾ മാത്രമാണ് കുത്തുങ്കലിനെ തേടി സഞ്ചാരികൾ എത്തുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ച് നിരവധി ആളുകളാണ് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ എത്തുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ
കുടിയേറ്റ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. ജില്ലയിൽ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം നടന്നു. 13 വകുപ്പുകൾ യോഗത്തിൽ പങ്കെടുത്തു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനൊപ്പം തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും യോഗം തീരുമാനം കൈക്കൊണ്ടു. ശക്തമായ മഴ തുടരുകയും ജില്ലയിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം നടന്നത്. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് തുടങ്ങി 13ഓളം വകുപ്പുകളെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഇതുവരെയുള്ള വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. ടീമിനെ വർക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഗ്രാമസഭകളെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് 25 വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു വാളണ്ടിയേഴ്സ് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ മേഖലയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പല മേഖലയിലും കയത്ത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, മറ്റുദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ഏതെങ്കിലും സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറക്കേണ്ടതായി വന്നാൽ സ്വീകരിക്കേണ്ടുന്ന നടപടികളടക്കം യോഗം ചർച്ച ചെയ്തു. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പിന്തുണയോടെ അടിമാലി തൊഴിലാളിക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റിന്റെ വിതരണവും സംഘടിപ്പിച്ചു. ദേവികുളം ജോയിന്റ് RTO ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിലായിരുന്നു അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പിന്തുണയോടെ അടിമാലി തൊഴിലാളിക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കിയതിനൊപ്പം കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റിന്റെ വിതരണവും ചടങ്ങിൽ സംഘടിപ്പിച്ചു. ദേവികുളം ജോയിന്റ് RTO ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്നത് ഇന്ന് പരീക്ഷകൾ പാസ്സാവുക എന്നുള്ളത് മാത്രമല്ല, ഒരു സമ്പൂർണ്ണ വ്യക്തിത്വ ഡെവലപ്മെന്റിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നല്ലൊരു വ്യക്തിയായി മാറണം, അതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിമാലി മേഖലാ സെക്രട്ടറി നവാസ് ഹൈടെക് അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ മുഖ്യാതിഥിയായി. എക്സൈസ് ഇൻസ്പെക്ടർ അവിൻസാജ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്ക് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ കനി, അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം തങ്കച്ചൻ തേക്കുംകാട്ടിൽ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. അടിമാലി തൊഴിലാളിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിന്മാരായ അഖിൽ സിയർ, സിബി വെള്ളത്തൂവൽ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി.
വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് സിൽവർ ജൂബിലി അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പരിപാടിയോടനുബന്ധമായി സിൽവർ ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു. ഹൈറേഞ്ചിലെ തന്നെ മികവുറ്റ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്ന വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കാൽനൂറ്റാണ്ട് പിന്നിടുകയാണ്. 1998 ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായി സ്ഥാപിതമായ കോളേജ് ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി വളർന്നതിന് പിന്നിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും അധ്യാപകരുടെയും കഠിന പ്രയത്നമാണുള്ളത്. ജില്ലയിലെ 2 പോളിടെക്നിക് കോളേജുകളിൽ ഒന്നായ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 9.63 കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികൾ, ലാബുകൾ, സെമിനാർ ഹാൾ എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ജൂബിലി അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അക്കാദമിക് ബ്ലോക്കിന്റെയും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെയും ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് MLA വാഴൂർ സോമൻ അധ്യക്ഷനായിരുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഷാലിജ് PR സ്വാഗതം ആശംസിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സിൽവർ ജൂബിലി അക്കാദമിക് ബ്ലോക്കിന്റെ പ്രോഡക്ട്സ് നിർവഹിച്ചു. കോളേജ് നേരിടുന്ന നിലവിലെ സാങ്കേതിക കുറവുകൾ പരിഹരിക്കണമെന്ന MLAയുടെ അഭ്യർത്ഥന പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും വളരെ അനുഭാവപൂർവ്വം ഏറ്റവും പെട്ടെന്ന് പരിഗണിക്കുന്നതാണ് എന്ന് കൂടി സദസ്സിനെ അറിയിക്കുകയാണ്. ഇപ്പോൾ 250 കമ്പ്യൂട്ടറുകൾ സജ്ജീകരിക്കാവുന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. കിറ്റ്കോ ലിമിറ്റഡ് പ്രോജക്ട് ഡയറക്ടർ PM യൂസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരച്ചൻ നീർനാക്കുന്നേൽ, ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനടത്ത്, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശ്രീരാമൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ്, CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു, BJP ജില്ലാ സെക്രട്ടറി AV മുരളീധരൻ, മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് B അഞ്ജു നന്ദി അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് തിരികെ എന്ന പേരിൽ ഗവൺമെന്റ് പോളിടെക്നിക് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും സൂപ്പർ ടാലന്റ് ഷോയും ഗാനമേളയും അരങ്ങേറി. സിറ്റി വിഷൻ വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴ തുടരുന്നു. രാജാക്കാട് പൊന്മുടി അണക്കെട്ടും തുറന്നു. ജില്ലയിൽ തുറന്നിരിക്കുന്നത് 4 അണക്കെട്ടുകൾ. വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം വീണും വ്യാപക നാശനഷ്ടം. മഴക്കാലം എത്തിയാൽ മനസ്സിൽ ആശങ്കയുമായി മൂന്നാർ അന്തോണിയാർ നഗറിലെ കുടുംബങ്ങൾ. ഓരോ മഴക്കാലത്തും ഇവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു. ശക്തമായ മഴയിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വീടുകൾ തകർന്ന വ്യാപക നാശനഷ്ടം. ശക്തമായ മഴയിലും കാറ്റിലും ഹെവൻ വാലി, പുല്ലുമേട്, ചപ്പാത്ത ഭാഗങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. മഴക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയ അവസ്ഥയിൽ. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ടോപ്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, since 1950.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.